Hi students, good morning. Good morning, sir. Morning, sir. Morning, sir. Take a silent prayer first. Okay, then നമ്മൾ ഇന്നലെ പറഞ്ഞ ഇക്വേഷൻ നോക്കി എൻ്റെ ഫോം ഒക്കെ എങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കി. ഓക്കെ then. അത് പറഞ്ഞ കേൾക്കട്ടെ. അൽഹ എങ്ങനെയായിരുന്നു ഇക്വേഷന്റെ ഫോം? X minus a square. പറ. X minus a square plus y minus b square equal r square. X minus a the whole square plus y minus b the whole square is equal to r square. ഇതിൽ a and b ആയിരിക്കുക ഹാരിസേ? a and b ആയിരിക്കുക? Sir, length of AB. A and b ആയിരിക്കാന്നാണ് എൻ്റെ ചോദ്യം. A and b. Coordinates. ആരുടെ? A and B ഒക്കെ. A and b ഒക്കെ കോർഡിനേറ്റ്സ്. ഏഹിയ A and b ആരടാ? X minus a. A and b ആരാണ്? A and b. മുഹമ്മദ് Sir, radius in the coordinates. A and b ആരാണ്? അച്ചു. എയുടെ കോർഡിനേറ്റ്സ്. എയുടെ കോർഡിനേറ്റ്സ് പറയും. എ ആരാ? സെന്റർ. അതാണ്. എയും ബിയും സെന്ററിന്റെ കോർഡിനേറ്റ്സ് ആണ്. A and B denotes the center of the circle. അതിൽ മുമ്പ് ആറാരാ മോനെ? റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ ഫോം ഇതായിരുന്നു. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ, ദ ഇക്വേഷൻ ഈസ് x minus a the whole square plus y minus b the whole square is equal to r square, where a and b denotes the center. A and b denotes the center of the circle and r is the radius of the circle. Okay, ഇതാണ് നമുക്കൊരു സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടെത്താനുള്ള ഫോർമുല. അതിന് വേണ്ട ആൾക്കാർ ഇന്ന ആൾക്കാരൊക്കെയാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുക? എന്താണ് ഈ ഫോർമുലയുടെ ആപ്ലിക്കേഷൻ? രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻ പഠിച്ച പോലെ തന്നെ കേട്ടോ. ഹൗ ടു ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ നമ്മൾ പഠിച്ചു. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പഠിച്ചു. അതുപോലെ തന്നെ ഹൗ ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആൻഡ് വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ദി ഇക്വേഷൻ. ഇതാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അതിലേക്ക് നമ്മൾ കയറാൻ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഒരു ലൈനിന്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? മുഹമ്മദ് അമീൻ, വാട്ട് ഈസ് നീഡഡ് ടു റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ? ഒരു കോർഡിനേറ്റും വേണം, പിന്നെ എക്സ് വൈയും. ഒരു കോർഡിനേറ്റ് മതിയോ? രണ്ട് കോർഡിനേറ്റ് സ്ലോപ്പും വേണം. രണ്ട് കോർഡിനേറ്റ്സ് വേണം. ഒരു ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ നമുക്ക് വേണ്ടത് 2 കോർഡിനേറ്റ്സ് ആണ്. അപ്പൊ 2 കോർഡിനേറ്റ്സ് നിർബന്ധമായിട്ടും ഉണ്ടാവണം. 1 കോർഡിനേറ്റ് ഉള്ളുവെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റില്ല. കാരണം നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണത്. നമ്മുടെ എക്സസൈസിലെ 4th ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കോർഡിനേറ്റ് and there was a line segment like this. So ഇങ്ങനെയല്ല, ഇങ്ങനെ. ഇവിടെ ഒരു 60 ഡിഗ്രിയും ഇവിടെ ഒരു 1-0. ഈ കാണുന്ന പോയിന്റിലെ 3 മാത്രമായിട്ട് നമുക്ക് അറിയാവുന്നു. അത് മാത്രം വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ട്രയാങ്കിൾ ഒക്കെ വരച്ചിട്ട് ഈ കാണുന്ന പോയിന്റ് സെക്കൻഡ് കോർഡിനേറ്റ് കണ്ടുപിടിച്ചു. ഇപ്പൊ നമുക്ക് ലൈനിലെ 2 പോയിന്റ് കിട്ടി. അത് വെച്ചിട്ട് നമ്മൾ സ്ലോപ്പ് എടുക്കും. എക്സ് വൈയും 1 ഓഫ് ദ പോയിന്റും വെച്ച് സ്ലോപ്പ് പോയിന്റ് എടുക്കും, എക്സെട്ര. ഓക്കെ, അപ്പൊ ടു റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് ദ 2 പോയിന്റ്സ് ഷുഡ് ബി പ്രൊവൈഡഡ്. If it is not provided, we have to find out a second point. Otherwise, we cannot find the equation. ശരിയല്ലേ? ക്ലിയർ എവരിവൺ? എന്ന് പറയുന്ന പോലെ ശ്രദ്ധിച്ചു കേട്ടോ. In order to write
the equation of a circle, the data that required is this one. ഈ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എഴുതാൻ പറ്റൂ. സർക്കിളിന്റെ സെന്റർ കോഓർഡിനേറ്റ്സ് നമുക്ക് അറിയണം, സർക്കിളിന്റെ റേഡിയസും അറിയണം. ഇഫ് വി നോ the coordinates of the center and the radius of the circle, we can add the equation. ഇതിൽ ഏതെങ്കിലും ഒരു ഡാറ്റ മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് മനസ്സിലായോ? ഈ രണ്ട് ഡാറ്റാസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റൂ. ഏതെങ്കിലും ഒരു ഡാറ്റ മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇക്വേഷൻ തന്നെ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സെന്ററിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടോ, റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടോ. ചിലപ്പോൾ അത് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവണമെന്നില്ല, ഹിഡൻ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഡയറക്റ്റ് നമുക്ക് ആ കോർഡിനേറ്റ് തരാതെ ഒരു ഹിഡൻ, അത് നമുക്ക് പല പല ഫോർമാറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഈ ഹിഡൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പൊ എനിവേ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, കോഓർഡിനേറ്റ്സ് ഓഫ് സെന്റർ ഇങ്ങനെ നമ്മൾ എടുത്തെഴുതണം. അപ്ലൈ ഉണ്ടെങ്കിലേക്ക് ഞാൻ പറയാം കേട്ടോ. കോഓർഡിനേറ്റ്സ് ഓഫ് സെന്റർ നമ്മൾ അതിന് കൊടുക്കുന്ന സിമ്പിൾ AB എന്നാണ്, ഈക്വൽ ടു ഇന്ന ആള്, റേഡിയസ് ഈക്വൽ ടു ഇന്ന ആള്. എന്നിട്ട് നമ്മൾ നേരെ അത് ഇക്വേഷനിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിടിയോ? അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ആദ്യം ഇക്വേഷൻ ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്യണേ. ഓക്കെ, പറയാം. അപ്പൊ ഇനി അടുത്ത ഡിസ്കഷൻ എന്ന് പറയുന്നത് ഈ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതുന്നുള്ളത്. ഇഫ് ദിസ് ഡാറ്റ ഇസ് പ്രൊവൈഡഡ്, കേട്ടോ, വളരെ സിമ്പിൾ ആട്ടോ. നമ്മൾ ലൈനിൽ ഇക്വേഷൻ എഴുതാൻ പോയ പോലെ അത്ര ഇടങ്ങേറും നമുക്ക് ഇവിടെ ഇല്ല. ലൈനിൽ നമുക്ക് 3 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അല്ലെ. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന 2 പൂരി വെച്ച് സ്ലോപ്പ് കണ്ടുപിടിക്കും, പിന്നെ XY എടുത്തിട്ടൊരു സ്ലോപ്പ് കണ്ടുപിടിക്കും, എന്നിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്യും, എന്നിട്ട് പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ശരിയല്ലേ? ഇവിടെ അങ്ങനത്തെ വള്ളി പരിപാടികളൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. എങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. സപ്പോസ് എനിക്ക് തന്നിരിക്കുകയാണ് ഐ ഹാവ് എ സർക്കിൾ. ഓക്കെ, അപ്പോ ഇതെങ്ങനെ ഒരു സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ നമുക്ക് കൃത്യം തന്നിട്ടുണ്ട്. സപ്പോസ് സെന്റർ ഈസ് സേ 2, 3 ആണ്. ഓൾസോ ദ ലെങ്ത് ഓഫ് ദ റേഡിയസ് ഇസ് പ്രൊവൈഡഡ്. സപ്പോസ് അതൊരു 4 യൂണിറ്റ് ആണ്. കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ കൃത്യം ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഫിഗർ വരച്ച് ഇങ്ങനെ തന്നെന്നില്ല കേട്ടോ. ക്വസ്റ്റ്യൻ സെന്റൻസ് ആയിട്ടോ ഡേറ്റ ആയിട്ടോ ഇൻ സം മീൻസ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. അനശ്വര, നമ്മൾ ആദ്യം എന്താ ഇവിടെ എടുത്ത് എഴുതേണ്ടത്? അപ്പോ ഇങ്ങനെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് സെന്റർ എടുത്ത് എഴുതണം, പിന്നെ റേഡിയസ് എടുത്ത് എഴുതണം. കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്ററും അതുപോലെ തന്നെ റേഡിയസും ഒന്ന് എടുത്ത് എഴുതാം. അപ്പൊ എടുത്ത് എഴുതുമ്പോൾ സിമ്പിൾ ഉപയോഗിച്ച് തന്നെ എഴുതണം കേട്ടോ. AB ഈക്വൽ ടു 2,3 ആണ്. R ഈസ് ഈക്വൽ ടു 4 യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നേരെ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം, ഇന്നലെ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഫോം എടുത്തെഴുതുക. ആ സ്റ്റാൻഡേർഡ് ഫോം ഒന്നോട്ടൊന്നും പറഞ്ഞേക്കട്ടെ ജീലാനി. Just repeat the standard form once again. x minus a square plus y minus b square equal to r square. X minus a the whole square plus y minus b the whole square equal to r square. ശ്രദ്ധിച്ചു പോയിക്കോളൂ. So x minus താഴെ എഴുതാം. So we have x minus a the whole square plus y minus b the whole square is equal to r square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സും വൈ ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ നിർത്തുള്ളൂ ഇക്വേഷനിൽ അല്ലേ. കാരണം എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഒക്കെ വേരിയിങ് ആണല്ലോ, നമുക്ക് അവരേക്കാണല്ലോ കിട്ടണ്ടേ.
അപ്പൊ എക്സ് മൈനസ് എ വാല്യൂ എത്രയാ? എ വാല്യൂ അമിനാഷ്റഫ് ഇവിടെ എ വാല്യൂ എത്രയാ? കേട്ടില്ല. 2 ആണ്. അപ്പൊ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി വാല്യൂ 3 ആണ് ഈക്വൽ ടു റേഡിയസ് 4 ആണ്. കണ്ടോ? ഇനി സ്ക്വയർ ഒന്നും കയറി നേരെ വെട്ടിയേക്കും ചെയ്തേക്കരുത് കേട്ടോ. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഇതിനകത്ത് ആകെയുള്ള ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യേണ്ട ഫോമുല അറിയാലോ അല്ലേ? ഇത് ഏത് ഫോമുല കിടക്കുന്നേ? ഏത് ഫോമുല ഇവൻ കിടക്കുന്നേ ഫാത്തിമ ഇർഫാന? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. എന്താ എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ഫാത്തിമ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോ ഈ ഒരു സംഗതി മാത്രമാണ് ഇവിടെ നമുക്ക് ഒരിത്തിരി ഹെഡേക്ക് ഉണ്ടാക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 ഇൻറ്റു എക്സ് പ്ലസ് 2 സ്ക്വയർ ഒന്നാമത്തെ ആള്. അടുത്ത ആള് വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3 ഇൻറ്റു വൈ പ്ലസ് വൈ സ്ക്വയർ. ഇപ്പറ 4 സ്ക്വയർ എന്ന് പറയാൻ 16. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4x ആണ് പ്ലസ് 4 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3 6 ആണ് 6y പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്നാണല്ലോ, സോറി, പ്ലസ് 9 ഈക്വൽ ടു 16 വരും. അപ്പൊ നമുക്ക് ആദ്യം എക്സ് സ്ക്വയർ എഴുതാം. രണ്ടാമതൊരു ഓർഡർ ഇങ്ങനെയാട്ടോ, വൈ സ്ക്വയർ എഴുതാണ് നല്ലത്. സ്ക്വയർ ടേം ഒക്കെ ആദ്യം എഴുതി, അത് കഴിഞ്ഞ് എക്സ് ടേമും വൈ ടേമും എഴുതി. പിന്നെ നമുക്കുള്ള 4 പ്ലസ് 9 ആണ് ഈക്വൽ ടു 16. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 6y പ്ലസ് 9 4 13 ആണ്. ഈ 16 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. കാരണം ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനൽ എന്തായി നോക്കി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 6y 13 മൈനസ് 16 എന്ന് പറയുമ്പോൾ മൈനസ് 3 will be the final. കണ്ട, ഇതാണ് ഇക്വേഷൻ ഓഫ് സർക്കുലർ മെത്തേഡ്. വേറെ ഒന്നുമില്ല, സെന്ററിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക, റേഡിയസ് കണ്ടുപിടിക്കുക, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, ബസ്. ഓക്കെ, just note it down as an example. പെട്ടെന്ന് സ്പീഡ് നോട്ട് ചെയ്യണേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. എപ്പോഴും ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരുവാണ് ബെറ്റർ. കഴിയാത്തൊരു വേഗം, കഴിയാത്തൊരു വേഗം.
ഓക്കെ റൈറ്റ്. ബാക്കി ഞാൻ പറഞ്ഞോട്ടെ ശാലായി. ബാക്കി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വലിയ റോളില്ലെന്നേ, അതൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. അതൊന്നും വലിയ ബുദ്ധിമുട്ടിക്കുന്ന ടാസ്ക് ഒന്നും അല്ല, നിങ്ങൾക്ക് ചെയ്തെത്താവുന്നതേ ഉള്ളൂ. പറഞ്ഞോട്ടെ. ഓക്കെ ലിസൺ. ഇനി ഇതിനകത്ത് നമ്മളുടെ അപ്പോൾ ഇക്വേഷൻ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാനുള്ള സംഭവം ഇപ്പോൾ ക്ലിയർ ആണ്. ജസ്റ്റ് ബേസിക് ഇക്വേഷൻ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയറിൽ സെന്റർ ആയ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റേഡിയസ് ആയ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ. ഇനി ഇതിൽ വരുന്ന ഫസ്റ്റ് സ്പെഷ്യൽ കേസ് നമുക്കൊരു സിമ്പിൾ ഫോർമുല ഉണ്ട്, ഒരു സ്പെഷ്യൽ കേസ് ആട്ടോ എന്ന് പറയുന്നത് ഇഫ് ദ സർക്കിൾ ഈസ് ഡ്രോൺ ലൈക്ക് ദിസ്. നമ്മുടെ സർക്കിൾ ഇത് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ സർക്കിൾ എങ്കിൽ, ഓക്കെ, ഈ സർക്കിളിന്റെ സെന്റർ ആരാ അച്ചു? ഒറിജിൻ ആണ്. ഒറിജിൻ ആണ്. കോർഡിനേറ്റ്സോ? 0 0. 0 0. അപ്പൊ റേഡിയസ് എന്തോ ആയിക്കോട്ടെ കേട്ടോ. റേഡിയസ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്, അത് ഏത് ഡയറക്ഷനിലായാലും പ്രശ്നമില്ല. റേഡിയസ് ആറാന്നിരിക്കട്ടെ. ഓക്കെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി, എന്തായിരിക്കും ഇക്വേഷൻ കിട്ടുന്നത്? റേഡിയസിന് 6 കൊടുത്താണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയ വേഗം ചെയ്തു വേഗം. സെന്റർ ഒറിജിനായി വന്നാൽ എന്താണ് സംഭവിക്കുക? പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. x minus a whole square plus y minus b whole square equal to r square ആണ് ഇക്വേഷൻ. വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പറയേ ഫാത്തിമ പി, എന്താ കിട്ടിയേ? ചെയ്തില്ല സർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. എയും ബി എത്രയൊക്കെയാ? A 0, ആ, ബിയോ? B 0, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? x square plus y square is equal to r square. അബ്സല്യൂട്ട്ലി, അതാണ് ഇക്വേഷൻ വരിക. എക്സ് മൈനസ് എ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 0, വൈ മൈനസ് ബി എന്ന് പറഞ്ഞാൽ വൈ മൈനസ് 0, ആർ സ്ക്വയർ അങ്ങനെ തന്നെ. എക്സ് മൈനസ് 0 is x itself, y minus 0 is y itself. So if the center is origin ആണ് ഒരു സർക്കിളിന്റെ സെന്റർ എങ്കിൽ the equation will be x square plus y square equal to r square. ഒരു സ്പെഷ്യൽ ഫോർമുലേറ്റ് നമ്മൾ പഠിക്കാറുണ്ട്. ഇപ്പൊ അത് സ്പെഷ്യൽ ഫോർമുലേറ്റ് പഠിച്ചതാമത്തും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം സെന്റർ ഒറിജിൻ ആണെങ്കിൽ നേരെ നമ്മൾ എയും ബിയും 0 0 കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ കിട്ടും അല്ലേ? അപ്പൊ ഇതൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് ചിലപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഇങ്ങനെ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു തന്നുള്ളൂ. ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഇഫ് ദ സെന്റർ ഈസ് ഒറിജിൻ then the equation gets converted like this. ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, വേഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്പീഡ് ആവട്ടെ. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? ബാക്കി പറയട്ടെ? ശരി, ശ്രദ്ധിച്ചോട്ടോ. ഇനി അടുത്ത് നമുക്ക് അപ്പോ ഇക്വേഷൻ ഓഫ് സർക്കിൾ നമ്മൾ കൃത്യം പഠിച്ചു. ഒറിജിൻ ആയിട്ട് വരുന്ന സ്പെഷ്യൽ കേസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വരുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്, എക്സസൈസിൽ വരുന്ന ക്വസ്റ്റ്യൻ. അത് നമ്മൾ ലൈനിന്റെ കേസിൽ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ്. അതായത് ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഒന്ന്, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരും, ഫൈൻഡ് ദ ഇക്വേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ഫൈൻഡ് ന്യൂ പോയിന്റ്സ്. സർക്കിളിലുള്ള പുതിയ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഫൈൻഡ് ന്യൂ പോയിന്റ്സ്. ലൈനിൽ നമ്മൾ എങ്ങനെ പുതിയ പോയിന്റ് കണ്ടുപിടിച്ചേ? എങ്ങനെ നമ്മൾ ലൈനിലെ പുതിയ പോയിന്റ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞേ കേൾക്കട്ടെ. തഫ്സിയ, ലൈനിൽ എങ്ങനെ പുതിയ പോയിന്റ്സ് നമ്മൾ കണ്ടെത്തിയേ? എക്സ് ഏതെങ്കിലും നമ്പർ ചൂസ് ചെയ്തിട്ട് y കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട്. അത് തന്നെയാണ് ഇവിടെ പണി, ഒരു മാറ്റമില്ല.
പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റൂട്ട് ഒക്കെ വരുന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. ഇപ്പൊ നമുക്ക് സെന്റർ ഒറിജിൻ ആയിട്ട് വരുന്നൊരു കേസ് നമ്മൾ ചെയ്തപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഒരു 100 ആൻസർ കിട്ടി. റേഡിയസ് 10 ആണെന്നിരിക്കട്ടെ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇവിടെ എനിക്ക് പുതിയ പോയിന്റ് കണ്ടെത്തണം. അപ്പൊ പുതിയ പോയിന്റ് കണ്ടെത്താൻ വേണ്ടി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എന്താ കിട്ടാൻ നോക്കി, 1 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100 എന്ന് വരും. ശരിയല്ലേ? അപ്പൊ നമുക്ക് 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100 എന്ന് വരും. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 മൈനസ് 1 ആണ് 99 എന്ന് വരും. y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 99. വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ശരിയല്ലേ? അപ്പൊ നമ്മൾ ആ പോയിന്റ് എങ്ങനെ എഴുതുന്നറിയോ? എക്സ് 1 എടുത്തപ്പോ y നമുക്ക് റൂട്ട് 99 കിട്ടി. അപ്പൊ പോയിന്റ് ഈസ് നമ്മൾ എഴുതും 1, റൂട്ട് 99. ഇത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. കൺസെപ്റ്റ് സെയിം തന്നെ. എക്സിനെ അസ്യൂം ചെയ്യുക, വൈ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വൈക്ക് അസ്യൂം ചെയ്യുക, എക്സ് കണ്ടുപിടിക്കുക. ലൈനിൽ ചെയ്ത അതേ കൺസെപ്റ്റ്. പക്ഷെ ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, റൂട്ട് പോലത്തെ ആൾക്കാരൊക്കെ കയറി വരും. റെഡിയാ? ഇനി ഇതിന്റെ ഒരു കേസോടെ ഞാൻ പറയാം. ചിലപ്പോ ഉണ്ടല്ലോ എന്താ പറ്റാന്നല്ലോ, ശ്രദ്ധിച്ച് കേൾക്കണേ. സംടൈംസ് നമ്മുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എടുക്കുക കേട്ടോ. ഒരു -8x പ്ലസ് 10y പ്ലസ് സം 20 ഈക്വൽ ടു 0 ഇതാന്നിരിക്കട്ടെ. ആസ് എൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ഇക്വേഷനിൽ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ കാണുന്ന ഇക്വേഷനിൽ നമ്മുടെ അടുത്ത് പറയാണ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ, അല്ലെങ്കിൽ ഫൈൻഡ് ദ പോയിന്റ് വേർ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നോ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നോ സംതിങ് നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട് എന്ന് സപ്പോസ് ചെയ്യാം. അപ്പൊ എക്സ് ഈക്വൽ ടു ഇപ്പോൾ എക്സാമ്പിൾ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 0 വേണമെന്നില്ല, കുറച്ചുകൂടെ ഒരു മാറുള്ള വാല്യൂ എടുക്കുക. ഇപ്പൊ എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരുന്നത്, 1 സ്ക്വയർ. വൈ എനിക്ക് അറിയില്ല കേട്ടോ. 8x 10y, സോറി 8xൽ നമുക്ക് കൊടുക്കാം. 8xൽ നമുക്ക് 8 × 1 എന്ന് കൊടുക്കാം. y എനിക്ക് വീണ്ടും അറിയില്ല. പ്ലസ് 20 ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോ 1 സ്ക്വയർ 1 തന്നെ, y സ്ക്വയർ -8 × 1 -8 ആണ്, 10y ഉണ്ട്, 20 ഉണ്ട്, ഈക്വൽ ടു 0. y സ്ക്വയർ എനിക്ക് അറിയില്ല, 10y എനിക്ക് അറിയില്ല. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 - 8 + 20 എന്നാണ് കിടക്കുന്നത്. അപ്പൊ y സ്ക്വയർ പ്ലസ് 10y പ്ലസ് 1 - 8 -7 ആണ്, -1 + 20 ചെയ്യുമ്പോൾ 13 ഈക്വൽ ടു 0. കണ്ടോ? ഈ ആളെ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കട്ടെ. എനിവൺ, ഹൗ വിൽ യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് y ഫ്രം ദിസ്? How will you find the value of y from this obtained expression? Zara, എന്ത് ചെയ്യാൻ പറ്റും? സർ കംപ്ലീറ്റിംഗ് സ്ക്വയർ വെച്ച് അവിടെയാണ് നമ്മൾ പഠിച്ച കംപ്ലീറ്റിംഗ് ദ സ്ക്വയറോ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുക. x is equal to -b plus or minus root of b square minus 4ac divided by 2a എന്ന ഫോർമുല. അത് വെച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വൈയുടെ വാല്യൂ കിട്ടും ഫൈനലി. അപ്പൊ എക്സ് 1 ആണെങ്കിൽ വൈ ഇന്ന ആളാണ്, അപ്പൊ പോയിന്റ് ഇന്ന ആളാണ് നമുക്ക് എടുത്തെഴുതാം. ഓക്കെ, അപ്പൊ സംടൈംസ് നമ്മൾ ഇക്വേഷൻ ഇപ്പൊ സെന്റർ ഒറിജിൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയൊക്കെയാലോ വരിക. സെന്റർ ഒറിജിൻ ആണെങ്കിൽ നമ്മൾ സേഫാണ്, നമുക്ക് ഇങ്ങനെ നല്ല വൃത്തിയുള്ള ക്വാളിറ്റി കിട്ടും. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരാളെ കൊടുത്ത് മറ്റവനെ കണ്ടുപിടിക്കാം. പക്ഷെ സെന്റർ ഒറിജിൻ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ആയിരിക്കും വരിക. അതിൽ സ്ക്വയർ ഉണ്ടാവും, എക്സ് ടേം ഉണ്ടാവും, വൈ ടേം ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് കിട്ടുക. ഇറ്റ് ഷുഡ് ബി സിംപ്ലിഫൈഡ് ബൈ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല. റെഡിയാ? അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചോ, പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഒക്കെ നിങ്ങൾക്കുള്ള പണിയാ. ഈ ഇക്വേഷൻ ഈ ക്വസ്റ്റ്യനും അല്ല നോട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കരുത്, കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ട് എന്താ കാര്യം, ഈ ഇക്വേഷൻ നോട്ട് ചെയ്തിട്ട് എന്താ കാര്യം? ന്യൂ പോയിന്റ്സ് കണ്ടെത്താൻ ലൈനിൽ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് ഇവിടെ ഐഡിയ. ലൈനിൽ പഠിച്ച അതേ കാര്യം ഇവിടെ നമ്മൾ ചെയ്യുന്നു, ഒരു മാറ്റമില്ല. സെയിം തിങ് ഈസ് റിപ്പീറ്റിംഗ് ഹിയർ ഓൾസോ.
Sir, quadratic അല്ലെ കേട്ടില്ല. ക്വാഡ്രാറ്റിക് formula ഏതാണ്? x is equal to minus b plus or minus root of b square minus 4ac by 2a. കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? പോയിന്റ് ഔട്ട് ചെയ്തില്ലേ? ഒറ്റ കാര്യം കൂടി പറയാൻ നമുക്ക് നേരെ എക്സസൈസിലേക്ക് ചാടാം. ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ, നമ്മളിത് ഓൾറെഡി കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചൊരു കാര്യം തന്നെയാണോ ഇനി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഇക്വേഷനായിട്ട് ബന്ധമൊന്നുമില്ല. ഈ സിമെട്രിക് സർക്കിൾ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കോർഡിനേറ്റ് പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തു. സിമെട്രിക് സർക്കിൾ എന്ന പേരിലാണ്. ഓർക്കുന്നുണ്ടോ എനിവൺ? സിമെട്രിക് സർക്കിൾ എനിവൺ? കോർഡിനേറ്റ്സ് ഇതുപോലെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചതാ. ഫൈൻഡ് 8 points ഓൺ എ സർക്കിൾ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചതാണ് സിമെട്രിക്. പറഞ്ഞ ഫാത്തിമ എന്തായിരുന്നു സിമെട്രിക് എന്ന് പറഞ്ഞാൽ? അതെന്താന്നറിയില്ല, ഞാൻ ക്വസ്റ്റ്യൻ ഓർക്കേണ്ടതാണ്. സിമെട്രിക് എന്നുള്ള വാക്കിന്റെ ഒരു മീനിങ് സിമെട്രിക് പലയിടത്തും കേട്ടിട്ടുണ്ടാവുമല്ലോ. സിമെട്രി, സിമെട്രിക് എന്നൊക്കെ. ആരുമില്ല? ആരും ഓർക്കല്ല സിമെട്രിക് സർക്കിൾ? ട്രൈ ചെയ്ത് നോക്കണോ? തെറ്റിക്കോട്ടെ. സിമെട്രിക്. When we can say that a circle is symmetric. Symmetric to origin എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സിമെട്രിക് ടു ഒറിജിൻ. എന്നിട്ടും കിട്ടിയില്ല? പറ റിഹാൻ. സാറ് സർക്കിൾ വരച്ചിട്ട് അതിന്റെ സെന്ററിൽ നിന്ന് കുറെ വരകൾ ഇങ്ങനെ പാസ് ചെയ്തു. എന്നിട്ട് സർക്കിൾ നമുക്ക് എപ്പോഴും സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ സിമെട്രിക് സർക്കിൾ എന്ന് നമുക്ക് എപ്പോ പറയാൻ പറ്റും? അതിന്റെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ വര, എല്ലാ സൈഡിൽ നിന്നും വര വരുന്ന അപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി അതിന് വരാനുണ്ട്. സിമെട്രിക്. ആരും ഓർക്കുന്നില്ല? സാർ ഡയമീറ്റർ ആണോ? സിമെട്രിക്, സിമെട്രിക് സർക്കിൾ. ആരെങ്കിലും പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. ഇല്ല, ഒരു രക്ഷയില്ല. സിമെട്രിക് ഒക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. The letter A is symmetric while letter B is not symmetric. A എന്ന ലെറ്റർ സിമെട്രിക് ലെറ്റർ, പക്ഷെ B എന്ന് പറയുന്ന ലെറ്റർ സിമെട്രിക് അല്ല. C സിമെട്രിക് അല്ല, D സിമെട്രിക് അല്ല, സിമെട്രിക് അല്ല. പറയ് ഹലീം. സർക്കിളിന്റെ രണ്ട് എൻഡിലൂടെ ലൈൻ പാസ് ചെയ്യണേനാണോ? രണ്ടെണ്ണി കൂടെ നമുക്ക് എന്തായാലും ലൈൻ വരയ്ക്കാലോ. അപ്പൊ ഏത് സർക്കിളിനെ വരയ്ക്കാലോ? സിമെട്രിക്. ഒരുപാട് സ്ഥലത്ത് സിമെട്രി കയറി വരുന്നുണ്ട് നമ്മളുടെ ഡിസ്കഷനിൽ. ഫിസിക്സിൽ സിമെട്രി വരുന്നുണ്ട്, കെമിസ്ട്രിയിൽ വരുന്നുണ്ട്. അൽസാബിദ്, 2 പോയിന്റ്സ് നീട്ടി സർക്കിള് നീട്ടി വരയ്ക്കണോ? സിമെട്രിക്. സിമെട്രിക് ഡിസൈൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സിമെട്രിക് ഡിസൈൻ, സിമെട്രിക് പാറ്റേൺ എന്നൊക്കെ നമ്മൾ പറയും. ഫാത്തിമ ഫൈറൂസ്, എല്ലാ സൈഡിലും തിരിക്കുമ്പോൾ ഒരുപോലെ ശരിയാണോ? എല്ലാ സൈഡിലും ഇപ്പൊ ആ സർക്കിള് തിരിച്ചാൽ ഒരേ എല്ലാത്തിനും ഇരിക്കണം. അത് തന്നെ. ഒന്നോടെ ക്ലിയർ ചെയ്ത് ആ സർക്കിള് ഏതൊരു ലെറ്റർ തിരിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ. അബ്സല്യൂട്ട്ലി, അബ്സല്യൂട്ട്ലി, അബ്സല്യൂട്ട്ലി. ഇതാണ് സിമെട്രിക്കിന്റെ കൺസെപ്റ്റ്. നമ്മൾ ഒരു സർക്കിൾ ഇങ്ങനെ ഒറിജിൻ സെന്റർ ആക്കി വരച്ചാൽ, ഒറിജിൻ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ഒറിജിൻ ആസ് സെന്റർ, എന്താ പ്രത്യേകത എന്നറിയോ? ഒറിജിൻ സെന്റർ ആക്കി നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ
ആ സർക്കിൾ 4 ക്വാഡ്രന്റിലും ഒരുപോലെ ആയിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് വിൽ ബി ഷെയർഡ് ഈക്വലി among the 4 quadrants. ഇതുണ്ടോ? ഈ സർക്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇവന്റെ സെന്റർ ഒറിജിൻ ആണ്. ഇവന്റെ സെന്റർ ഒറിജിൻ ആണ്. ഈ കാണുന്ന 4 ക്വാഡ്രന്റിലും അവന്റെ ഈക്വൽ സൈസ് ആണ് എന്ത് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഈക്വൽ പോർഷൻ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ശരിയല്ലേ? എന്നാൽ നേരെ മറിച്ച് സപ്പോസ് വി ഹാവ് അനദർ സർക്കിൾ ലൈക്ക് ദിസ്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട് സപ്പോസ് ചെയ്യാം. ഇതാണ്ടോ ഇങ്ങനെ ഒരു സർക്കിൾ. ഈ സർക്കിളിന്റെ സെന്റർ ഒറിജിൻ ഒന്നും അല്ല, ഇങ്ങനെയാണ് സർക്കിൾ നിൽക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ ഇതിന്റെ സെന്റർ ഇവിടെ എവിടെയോ ഒരു പോയിന്റ്, നമുക്ക് കൃത്യം അറിയാനൊന്നും പാടില്ല. ഈ കാണുന്ന സർക്കിൾ സിമെട്രിക് ആണോ? അല്ല. കാരണം ഈ കാണുന്ന സ്ഥലത്ത് ചെറിയ പോർഷൻ ഉള്ളൂ, ഇവിടെ വലിയ പോർഷൻ ഉണ്ട്. ഇവിടെ അതിനേക്കാൾ ഡിഫറെന്റ് ആയിട്ടാണ് കിടക്കുന്നത്, ഇവിടെ അതിലും ഡിഫറെന്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. അപ്പൊ സിമെട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ വരുന്ന സർക്കിളാണ്. അത്തരം സർക്കിളിന്റെ അഡ്വാൻറ്റേജ് ഇവിടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ഈ സർക്കിളിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമുക്ക് ഈ സർക്കിളിൽ ഒരു പോയിന്റ് കിട്ടി. ചുമ്മാ ഒരു എക്സാമ്പിൾ ആട്ടോ. ഈ സർക്കിളിൽ ഒരു പോയിന്റ് ആണ് 2, 3 എന്നിരിക്കട്ടെ, ആസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, 2, 3 ഈ സർക്കിളിൽ ഉണ്ടെങ്കിൽ സിമെട്രിക്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാന്നറിയോ? ഇതേ ടൈപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്താന്നേ, നമ്മളുടെ പഴയ 6 ടേബിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്താ. 2, 3 ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ആരുണ്ടാവും? ഈ പോയിന്റ് ആരായിരിക്കും? -2, 3 ആയിരിക്കും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആള് -2, -3 ആയിരിക്കും. ഇവിടെ വരുന്ന പോയിന്റ് 2, -3 ആയിരിക്കും. സോ ഇഫ് വി നോ one point on this circle, we can write the remaining 3. ജസ്റ്റ് മൈനസ് എന്ത് ചെയ്താൽ മതി? മാറ്റി കൊടുത്താൽ നമുക്ക് ബാക്കി പോയിന്റ്സ് എല്ലാം കണ്ടെത്താം. ഇതാണ് സിമെട്രിക് സർക്കിളിന്റെ അഡ്വാൻറ്റേജ്. ഇഫ് എ സർക്കിൾ ഈസ് സിമെട്രിക്, ഇൻ അനദർ വേർഡ്സ്, ഇഫ് ദ സെന്റർ ഈസ് ഒറിജിൻ. സിമെട്രിക് ആവുന്ന ഒറിജിൻ സെന്റർ ആവുമ്പോഴാണ്. ഒറിജിനിൽ നമ്മൾ കോമ്പസ് വെച്ച് വരയ്ക്കുമ്പോഴല്ലേ സിമെട്രിക് ആയിട്ട് കിട്ടുക. സിമെട്രിക് സർക്കിൾ ആണെങ്കിൽ ഇതുപോലൊരു പ്രത്യേകത ആവുന്നുണ്ട്. അത് നമുക്ക് പോയിന്റ്സ് കണ്ടെത്താൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ കോർഡിനേറ്റ്സിൽ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇഫ് നീഡഡ് എക്സസൈസിൽ നമുക്ക് ആവശ്യമുള്ളതാട്ടോ ഈ പറഞ്ഞ ഐഡിയ. കഴിഞ്ഞില്ലേ? പിന്നെ പുതിയ പോയിന്റ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫിഗർ രീതിയിൽ ജസ്റ്റ് റഫ് ഫിഗർ ഒക്കെ വരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ക്ലാരിറ്റി ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഒരു പോയിന്റ് ഞാൻ പറഞ്ഞോടെ ശാലായി? ഓക്കെ, ശ്രദ്ധിച്ചു. ഇനി ലാസ്റ്റ് ഒരൊറ്റ പോയിന്റോടെ പറഞ്ഞാൽ നമുക്ക് നേരെ സർക്കിളിലേക്ക് കയറാം, ഇക്വേഷനിലേക്ക് കയറാം. ലിസൺ. അപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച്, ഇൻ ഓർഡർ ടു റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് എ സർക്കിൾ, വാട്ട് ഓൾ ഡാറ്റാസ് ആർ റിക്വയർഡ്? സ്വാലിഹ, ഇക്വേഷൻ എന്തൊക്കെയാ വേണ്ടേ? സെന്ററായ എ ബിയും വേണം. ഈ രണ്ടുപേരെ നമുക്ക് കിട്ടണ്ടേ. ചില ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ പിള്ളേരെ, ഡയറക്റ്റ് റേഡിയസ് എത്രയാണെന്നോ സെന്ററിനെ കുറിച്ച് ഒന്നും നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ടാവില്ല. പകരം പറയും ഈ സർക്കിളിന്റെ ഡയാമീറ്റർ, സേ ഒരു 2, 3 എന്ന പോയിന്റിലും അതുപോലെ തന്നെ ഒരു 8, 11 എന്ന പോയിന്റ്. ഓക്കെ, ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സർക്കിളിന്റെ ഡയമീറ്റർ കിട്ടും എന്ന് തന്നിട്ടുണ്ട്. കൃത്യം നമുക്ക് സെന്റർ അറിയില്ല, റേഡിയസും അറിയില്ല, പക്ഷെ ഇങ്ങനെ ഡേറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് ഡയമീറ്റർ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, 3 and 8, 11 എന്നാണ് നമ്മുടെ തന്നേക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എങ്ങനെ ഇക്വേഷനിലേക്ക് എത്തും? ഹൗ യു ക്യാൻ ഫൈൻഡ് ദി ഇക്വേഷൻ ഒന്ന് പറയാം ആഷ്ന, എന്താണുള്ള വഴി? മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ആബ്സല്യൂട്ട്ലി, നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പൊ അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ റഫ് ഫിഗർ ഒക്കെ വരച്ചാൽ നല്ലതാട്ടോ. നമ്മളിങ്ങനെ റഫ് ഫിഗർ വരച്ചു,
ഇങ്ങനെ ഡയമീറ്റർ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡയമീറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഒരെൻഡ് 2, 3 ആണ്, ഒരെൻഡ് 8, 11 ആണ്. നേരെ നമ്മൾ മിഡ് പോയിന്റ് ഫോമുല വെച്ച് മിഡ് പോയിന്റ് കണ്ടുപിടിക്കും. അപ്പൊ മിഡ് പോയിന്റ് ഫോമുല ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. മിഡ് പോയിന്റ് ഫോമുല എന്തായിരുന്നു റുക്സാന? മിഡ് പോയിന്റ് ഫോമുല x1 plus x2 by 2. ആ അത്രയുള്ള y1 plus y2 by 2. അപ്പൊ നമ്മൾ നേരെ എഴുതും 2, 3 and 8, 11ന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫോമുല x1 plus x2 by 2. ഇന്നത്തെ ബൈ വീക്കിലി പഠിക്കാനുള്ള അല്ലെങ്കിൽ എഴുതേണ്ട പോർഷൻ ആണ് y1 plus y2 by 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 plus 8 by 2, 3 plus 11 by 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 by 2, 14 by 2, അതായത് 5 and 7 എന്ന് കിട്ടും. കണ്ടോ? അപ്പൊ നമുക്ക് സെന്റർ കിട്ടി 5ഉം 7ഉം ആണ്. അപ്പൊ ആ ഒരു തലവേദന ഒഴിവായി, സെന്ററിന്റെ കാര്യം തീരുമാനമായി. ഇനി നമ്മൾ എങ്ങനെ ചെയ്യാം ഭീമ നവാസ്? ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് റേഡിയസ്. Absolutely. By using distance formula we can find the radius. Root of x2 minus x1 whole square plus y2 minus y1 the whole square. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റേഡിയസ് കിട്ടും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5 യൂണിറ്റ്സ് എന്നാണ്. അപ്പൊ സെന്റർ നമുക്ക് കിട്ടി, റേഡിയസും നമുക്ക് കിട്ടി, നേരെ ഇക്വേഷൻ എഴുതാം. പിടിയോ? ഇതാണ് അതിന് ഹിഡൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഡേറ്റ തരിക. അപ്പോൾ നമ്മൾ സെൻട്രൽ റേഡിയസ് ഒക്കെ കണ്ടെത്തണം. റൈറ്റ്, ലെറ്റ് us move on to question number 7 in exercise page number 232. വീണ്ടും ഒരു സബ് കൊടുക്കണേ. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് എന്ന് കൊടുക്കണം. പേജ് നമ്പർ 232. ക്വസ്റ്റ്യൻ നമ്പർ 7. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. ഇഫ് നീഡഡ് യു ക്യാൻ ഡ്രോ എ റഫ് ഫിഗർ ആൻഡ് കംപ്ലീറ്റ്. ഏതാ മോനെ? ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച ആദ്യം. ബോബി മാറ്റിക്കോട്ടടാ. ക്വസ്റ്റ്യൻ മീനിങ് ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഹലീം. സാർ, പറ. ഈ സർക്കിളിന്റെ സെന്റർ ഒറിജിനൽ സെന്റർ ഉള്ള സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ റേഡിയസ് 5 സെന്റിമീറ്റർ. വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? വേറെ ആ സർക്കിളില് 8 പോയിന്റ്സ് കണ്ടുപിടിക്കാനും അതിന്റെ പോയിന്റ് കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്തു. മാക്സിമം ഒരു 3 മിനിറ്റ് കേട്ടോ. അതിൽ കൂടുതലൊന്നും വേണ്ട ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ. മൊത്തത്തിൽ 3 മിനിറ്റ് മതിയാ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ. വീടാവട്ടെ. Questions about a circle passing through the origin. Sorry, center as origin. The radius 5 units. Steps നിർബന്ധമായും ഞാൻ പറഞ്ഞ ഒരു രീതിയിൽ എഴുതി പോകണം കേട്ടോ.
എ ബി എത്രയാണ്, ആർ എത്രയാണ്, ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഒറിജിന്റെ സ്പെഷ്യൽ കേസ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രം തെറ്റൊന്നുമില്ല, നിങ്ങളുടെ ചോയ്സ് ആണ്. If you remember the special case or special formula, you can apply it directly. കഴിഞ്ഞെങ്കിൽ നേരെ ക്വസ്റ്റ്യൻ റേറ്റ് ചെയ്യണം കേട്ടോ, ടൈം കളയരുതേ. ഓക്കെ റൈറ്റ്. ഇക്വേഷൻ ഒന്ന് പറയാം ഷബന, ഇക്വേഷൻ എന്താ വന്നേ? സാർ തെറ്റിപ്പോയി. പറയാം എവിടെ തെറ്റിയെന്ന് ഞാൻ പറയാം. എങ്ങനെ ചെയ്താ പറഞ്ഞേ കേക്കട്ടെ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ. ആ തെറ്റിപ്പോയെന്ന് ആരാ പറഞ്ഞ? കറക്റ്റ് ആലോ. 3 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ. നിങ്ങൾ പറഞ്ഞ കേട്ടില്ല. 3 സ്ക്വയർ. ഇക്വേഷൻ എന്താ സർക്കിളിന്റെ ഇക്വേഷൻ? ആദ്യ ചോദ്യം അതാണല്ലോ. ഇക്വേഷൻ നമുക്ക് ആദ്യം ഒന്ന് ഫൈനൽ ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിന്റെ ബാക്കിയിലേക്ക് പോകാം. ഇക്വേഷൻ എന്താ സർക്കിളിന്റെ? തൊട്ടുമ്പോ പറഞ്ഞല്ലോ അത് തന്നെയാണ്, ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ആ അപ്പൊ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു പറഞ്ഞോളൂ കറക്റ്റ് ആണ്, ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ. 3 സ്ക്വയർ എന്നുള്ള ആൾ അവിടെ നിന്ന് 3 സ്ക്വയർ എന്നാണോ പറഞ്ഞേ ശബന? 3 സ്ക്വയർ എന്നാണോ പറഞ്ഞേ? ഈ അങ്ങനെ കേട്ടോല്ലേ? ഞാൻ ചോദിച്ചത് ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ നമുക്ക് 25 എന്ന് കിട്ടും, ശരിയല്ലേ? ഈ കിട്ടിയ സാധനമാണ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇതാണ് ഇക്വേഷൻ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കൺക്ലൂഷൻ കൊടുക്കണം. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ്, അപ്പൊ വേണമെങ്കിൽ 25 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എഴുതാട്ടോ, ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ, ഇക്വേഷൻ ഈ ക്യൂ അതിന്റെ മുകളിൽ എന്നൊന്നും കയറ്റി എഴുതിയേക്കരുത് കേട്ടോ. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 25 ഈക്വൽ ടു 0. നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. എന്നിട്ട് അടുത്ത പണിയാണ് എന്ത്? 8 more points ഓൺ ദ സർക്കിൾ, അല്ലെ? 8 more points. ഈ 8 മോറിൽ 4 പേരെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 4 പേരെ വളരെ പെട്ടെന്ന് 4 പേരെ കണ്ടുപിടിക്കാം. അൽസാബിത്ത് എന്ന് പറഞ്ഞ മോനെ കേൾക്കട്ടെ, ആരൊക്കെയത്? 5 0 0. മതി മതി മതി, അവിടെ നിന്ന് എനിക്ക് ബാക്കി എല്ലാവരും കിട്ടും. കറക്റ്റ് ആണ്. ഈ കാണുന്ന 4 പോയിന്റ്സ് കണ്ടോ? റേഡിയസ് 5 ആൻ തന്നിട്ടുണ്ട്. റേഡിയസ് ഈസ് 5 യൂണിറ്റ്സ്. അപ്പൊ ഈ പോയിന്റ് 50 ആയിരിക്കും. ഇവിടെ വന്നത് -50 ആയിരിക്കും. ഹിയർ വി ഹാവ് 0 5.
and below we have 0 minus 5. കണ്ടോ 4 പേര് ഒറ്റയടിക്ക് കിട്ടി. ഇതാണ് ഈ ഒറിജിൻ സെന്റർ ആയി വന്നുള്ള ഗുണം. ഒരുപാട് സമയം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പെടുന്നു കിട്ടും. ഇനി 4 പോയിന്റ് അവിടെ കിട്ടണം. അതേ നേരത്തെ ശബന പറഞ്ഞ വഴി കൂടെ നമുക്ക് പോകാം. അതിലൂടെ പോകുമ്പോൾ ബാക്കി 4 പേരെ കൂടി കിട്ടും. ശബന നേരത്തെ ചൂസ് ചെയ്ത എക്സിനെ ഏതായിരുന്നു ചൂസ് ചെയ്തേ? 3യോ? 3. ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ചോയ്സ് ആണേ. എക്സിന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ദിയ, നിങ്ങൾ എക്സിന് 6 എടുത്ത ആൻസർ കിട്ടുമോ ദിയ? എടുത്താൽ കിട്ടാൻ ചാൻസ് ഉണ്ടോന്ന് എന്റെ ചോദ്യം. Is there any chance for getting the answer if you take x as 6? x 6 എടുത്താൽ അവിടത്തേക്ക് ആൻസർ കിട്ടൂല. എന്നാ പ്രശ്നം അറിയാം, റേഡിയസ് ആകെ 5 അല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ എക്സ് 6 എടുക്കുമ്പോൾ എന്താ പറ്റുക, എക്സ് 6 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ പോകും. ഇതുണ്ടോ, ഇവിടെയാണ് 6 എന്നുള്ള പോയിന്റ് വരിക എക്സ് കോർഡിനേറ്റിൽ. ഗെറ്റ് മീ? ഇവിടെയാണ് 6 വരിക, പക്ഷെ സർക്കിൾ അതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് 6 എടുത്താൽ നമുക്ക് കിട്ടില്ല. അപ്പോ 0 to 5 ഇൻ ബിറ്റ്വീനുള്ള വാല്യൂസ് എടുക്കുകയാണ് നല്ലത്. 0 to 5 അത് നിങ്ങൾക്ക് 1 വേണമെങ്കിൽ എടുക്കാം, 2 3 ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നേരത്തെ ശബന 3 പറഞ്ഞത് കൊണ്ട് ഞാൻ അതൊന്ന് ചൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ സപ്പോസ് x ഈക്വൽ ടു 3. സൈറ പറഞ്ഞോ. സർ ക്വസ്റ്റ്യനിൽ ഓൺ ദി സർക്കിൾ എന്നല്ലേ? ഓൺ ദി സർക്കിൾ എന്നുണ്ട്. അപ്പൊ സർക്കിളിലുള്ള ഇതല്ലേ വേണ്ടേ, അല്ലാണ്ട് അകത്തുള്ളതല്ലല്ലോ. അല്ല, നമുക്ക് ഇപ്പൊ 3 or 4 ഇപ്പൊ 1 to 5 ഏതെടുത്താലും സർക്കിൾ ഓൺ ദി സർക്കിൾ ആകത്തുള്ളൂ. കാരണം ഇപ്പൊ x ഈക്വൽ ടു 3 എടുത്തു എന്നിരിക്കട്ടെ, ഇപ്പൊ ഇവിടെ എന്നിരിക്കട്ടെ, x 3 എടുത്താൽ നമുക്ക് കിട്ടാൻ 3 പോയിന്റ്, ഈ കാണുന്ന പോയിന്റ് ആയിരിക്കും. ഇതുണ്ട് കറസ്പോണ്ടിങ് y ആയിരിക്കും നമുക്ക് കിട്ടുക. കാരണം ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ നിർബന്ധമായിട്ടും. ഇവിടെ ഇടുക. ഓക്കെ, അപ്പൊ x 3 കൊടുത്താൽ 3 സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ 25, 9 plus y square equal 25, y square equal 25 minus 9 is equal to 16, y equal to root 16 which is equal to 4. അപ്പൊ പോയിന്റ് ആരായി നോക്കി, x 3 കൊടുത്തപ്പോ y നമുക്ക് 4 കിട്ടി. കണ്ടോ? അപ്പൊ പോയിന്റ് ജസ്റ്റ് ഒന്നുകൂടെ മെൻഷൻ ചെയ്താൽ നല്ലതാണ്. ഇനി എങ്ങനെയാ വെച്ചാൽ നമ്മൾ ബാക്കി ആൾക്കാർ എഴുതാൻ, നൗറിൻ ഫാത്തിമ, നൗറിൻ ഇത് വെച്ച് നമ്മളിങ്ങനെ ബാക്കി എഴുതും. നൗറിൻ ഫാത്തിമ ഒരു പോയിന്റ് 4 3 ഒരു പോയിന്റ് 3 4 പിന്നെ 4 3 അല്ലല്ലോ, 3 4 ആവുമ്പോ പിന്നെ വരിക 3 4 വെച്ചിട്ട് പിന്നെ ഒരു 4 3 അല്ല, മൈനസ് 3 4 വരും, പിന്നെ 3 മൈനസ് 4 വരും, പിന്നെ -3 -4. കണ്ടോ? 4 പേര് എവിടുന്ന് കിട്ടി? 4 പേര് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, 8 പേരായി. ഇനിയിപ്പോ നിങ്ങൾ മറ്റ് വാല്യൂസ് കൊടുത്താൽ കിട്ടാൻ ചാൻസ് ഉള്ളത് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. കാരണം വാല്യൂ കൊടുക്കുന്നത് നിങ്ങളുടെ ചോയ്സ് ആണല്ലോ. ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ 1 ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ കിട്ടുക √24 ആയിരിക്കും. 2 ആണെങ്കിൽ √21 ആയിരിക്കും. 3 ആണെങ്കിൽ 4 നമുക്ക് കിട്ടി. 4 ആണെങ്കിൽ 3 ആയിരിക്കും. ഇതാണ് നമ്മുടെ മുമ്പുള്ള ഓപ്ഷൻ 1 2 3 4. കാരണം 5 ഓൾറെഡി നമ്മുടെ എൻഡിൽ വന്നിട്ടുണ്ട്, 5 0 എന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുക, റെസ്പെക്റ്റീവ് വാല്യൂസ് കിട്ടും. അത് 8 പോയിന്റ് ഒന്ന് എടുത്ത് എഴുതണേ. നിങ്ങൾ കൊടുത്തതനുസരിച്ച് 8 പോയിന്റ് എടുത്ത് എഴുതണം കേട്ടോ. 8 points on the circle R എന്ന് പറഞ്ഞ് എടുത്തെഴുതി കൺക്ലൂഡ് ചെയ്യുക. എന്നിട്ട് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുക. Prove that xy be a point on the circle joining എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. റഫ് ഫിഗർ വരച്ച് നോക്കുക. റഫ് ഫിഗർ വരയ്ക്കാൻ നമുക്ക് അപ്പോൾ ഐഡിയ കിട്ടും. എന്നിട്ട് നേരെ സിംപ്ലിഫൈ ചെയ്യാം. ഫസ്റ്റ് ആവട്ടെ.
ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് വേഗം തുടങ്ങിക്കട്ടെ ഞങ്ങളല്ലേ? കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കണം നിർബന്ധമില്ല കേട്ടോ, കാരണം സെന്ററിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഐഡിയ തന്നിട്ടില്ല. കോർഡിനേറ്റ് ആക്സിസ് വേണം നിർബന്ധമില്ല. സീറോ 1 and 2 3 ഡയമീറ്റേഴ്സിന്റെ എന്താന്ന് നമുക്ക് തന്നിട്ടുണ്ട്. Zero 1 and 2 3 are the end point of diameters. നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് ആവട്ടെ. One more minute for that. One more minute. Final answer അല്ല കേട്ടോ, നമ്മുടെ പോകുന്ന ട്രാക്ക് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയാണ്, അല്ല ഫൈനൽ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടല്ല. എങ്ങനെ ട്രൈ ചെയ്യുന്ന കേക്കട്ടെ അഫിൻ, കേക്കട്ടെ. സാർ ഡയമീറ്ററിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടല്ലോ. തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ അവിടെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച സെന്ററിന്റെ കോർഡിനേറ്റ്സ്. ഓക്കെ, എന്നിട്ട് അപ്പൊ സെന്ററിന്റെ കോർഡിനേറ്റ്സ് 1 2 ആവും. സെന്ററിന്റെ കോർഡിനേറ്റ്സ് 1 2 എന്ന് കിട്ടി. ഫൈൻ. എന്നിട്ട് അത്രയായിട്ടുള്ള ഇത്രയും നേരം കൊണ്ട് അത്രയായ പോരലോടെ ഈ ടൈമിൽ നീ അത്ര എത്തിയാ പോരാ. ഒരു മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണോ നമുക്ക് 4 മിനിറ്റ്? വേറെ എന്ത് ചെയ്യണം തഫ്സിയ? ബാക്കി ഒന്ന് പറഞ്ഞേ. റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കണ്ടുപിടിക്കാം. എങ്ങനെ? √(x2 - x1 + y2 - y1). അല്ലല്ലോ, ഒന്നോടെ ഹോൾ സ്ക്വയർ ഫോമുല പറഞ്ഞു മാറിപ്പോരുതേ. അപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം, റേഡിയസ് കിട്ടും. നമുക്ക് സെന്റർ കിട്ടുന്ന 1 2 എന്നാണ്. നമുക്ക് ഫിഗറിൽ നോട്ട് ചെയ്താൽ നല്ലതാണ്. നിങ്ങൾ താഴത്തെ സ്റ്റെപ്പ് എഴുതാം, അവളും ഇങ്ങനെ ഒറ്റ ലൈനിൽ എഴുതി പോരുതേ. എന്നിട്ട് നെയിം കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സ്റ്റെപ്പ് ചെയ്ത് എളുപ്പമുണ്ട്. AB O എന്നൊക്കെ കൊടുത്താലേ വേണമെന്നില്ല, ഇതായാലും മതി. ഡിസ്റ്റൻസ് ഓഫ് 1 2 ആൻഡ് ഒന്നെങ്കിൽ 2 3 അല്ലെങ്കിൽ 0 1 എങ്ങോട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, ഒക്കെ നമ്മുടെ ചോയ്സ് ആണ്. ഈക്വൽ ടു √() ഡിസ്റ്റൻസ് ഫോമുല ഒന്ന് എഴുതിയാൽ നല്ലതാ, കാരണം കുറെ ആയില്ലേ നമ്മൾ ഉപയോഗിച്ചിട്ട്. എക്സാമിനും ആ ഫോമുലാസ് എഴുതുന്നത് നല്ലതാട്ടോ. x2 - x1 whole square + y2 - y1 whole square. √(x2 - x1) എന്ന് പറയുമ്പോൾ 2 - 1.
y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ 3 മൈനസ് 2 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് 2 എന്ന് കിട്ടും. റൂട്ടൊന്നും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ, അങ്ങനെ തന്നെ കിടന്നോട്ടെ. നമുക്ക് ഇക്വേഷൻ എഴുതാൻ ആവശ്യമായ എല്ലാ ഡേറ്റാസും നമുക്ക് എടുത്ത് എഴുതാം. പറഞ്ഞേ എ ബി എത്രയാണ്, ആർ എത്രയാണ് ഒന്ന് പറഞ്ഞ് എടുത്ത് എഴുതാൻ വേണ്ടി. അബിയ, എ ബി എത്രയാണ്, ആർ എത്രയാണ്? AB is equal to 1 2. എ ബി ഈക്വൽ ടു 1 2. R is equal to root 2. ആർ ഈസ് ഈക്വൽ ടു റൂട്ട് 2. നേരെ ഫോർമുലയിലേക്ക് കൊടുക്കുക. x minus a the whole square plus y minus b the whole square equal to r square. Get out there. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ക്വസ്റ്റിൽ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതോടെ ചെയ്യണേ. After simplifying, one more thing is asked in the question. Speed out a simplification, 2 minute maximum to simplify and make it into the simplest form. ആർ സ്ക്വയറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? ആർ സ്ക്വയറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. മുസിൻ മുസ്തഫ. x square plus y square is equal to root 2 square. ഒന്നുകൂടെ പറഞ്ഞേ. x square plus y square is equal to root 2 square. എവിടുന്ന് അങ്ങനെ ഒരു ഫോർമുല വന്നേ? ഇതാണോ x മൈനസ് എടാ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഏത് കേസിലാണ് ഉപയോഗിക്കുക മൂസിനെ? അത് അല്ല, മറ്റേ സെന്റർ സെന്റർ ആരായിട്ട് വരുമ്പോ? ഒറിജിൻ. ഇവിടെ സെന്റർ ഒറിജിൻ ആണോ? അല്ല. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് സെൻസിലാ അപ്പൊ ഈ പ്രോബ്ലം ചെയ്യണേ? ആർ സ്ക്വയറിനെ പറഞ്ഞ കറക്റ്റാ, റൂട്ട് 2 സ്ക്വയർ. ബാക്കി നമ്മൾ എക്സ്പാൻഡ് ചെയ്യണോ ഇനി? ഫൈനൽ എന്താ വന്നേ? എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോ ഫാത്തിമ ടി എൻ x square minus 2x plus y square minus 4y plus 5 is equal to 2. പ്ലസ് 5 ഈക്വൽ ടു 2 എന്ന് വരും. നമുക്ക് അതിനെ ഒന്നോടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. എക്സ് മൈനസ് ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ആണ്. വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 ആണ്. റൂട്ടിന്റെ സ്ക്വയർ 2 ആണ്. എഴുതുമ്പോൾ എപ്പോഴും സ്ക്വയർ ടേംസ് 2 പേരെ ആദ്യം എഴുതുക. എന്നിട്ട് ഈ നമ്മുടെ എക്സ് വൈ ടേംസ് എഴുതുക. അതാണ് നല്ലൊരു ഫോർമാറ്റ് കേട്ടോ. 1 പ്ലസ് 4 5 ആണ്. ആ 2നെ ഇപ്പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ടു 0 ഫോം നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 4y പ്ലസ് 5 മൈനസ് 2 ഈക്വൽ ടു 0. അപ്പൊ ടോട്ടലി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 4y പ്ലസ് 3 ഈക്വൽ ടു 0. ശരിയല്ലേ everyone? ഇനി നോക്കി നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത് തന്നെയല്ലേ അല്ലേ?
x square plus y square minus 2x minus 4y plus 3. Clear? Right. എങ്കിൽ അതിന്റെ സെക്കൻഡ് പാർട്ട്. Find the coordinate of the point where this circle cuts the y-axis. എന്നൊരു ക്വസ്റ്റ്യൻ കൂടി അതിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു കാര്യം കൃത്യം എഴുതാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനും പറ്റും. Circle cuts the y-axis. എന്താന്ന കാര്യം എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് 1 മിനിറ്റ് മാക്സിമം. Circle cuts y-axis. ഇതും നമ്മൾ കോർഡിനേറ്റ്സിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാര്യം തന്നെയാണോ? പുതിയൊരു ഫ്രഷ് ഐഡിയ ഒന്നുമല്ല. ഓക്കെ, എന്താ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുമെന്ന് കേൾക്കട്ടെ. ഇഫ് ദ സർക്കിൾ കട്ട്സ് ദ വൈ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഫ്നാൻ, വാട്ട് വി ക്യാൻ ഡു ദർ? അഫ്നാൻ, എനി ഐഡിയ? കിട്ടിയില്ല? സർക്കിൾ കട്ട്സ് ദ വൈ ആക്സിസ്. അരീന, Arena, circle cuts the y-axis. കിട്ടിയില്ല സാർ. കിട്ടിയിട്ടില്ല. Any idea, Alina? കിട്ടിയില്ല. ഫാത്തിമ ബീവി? Circle cuts the y-axis. La. Fatima Ismail. Circle cuts y-axis. Y coordinate variable y കൊടുത്തിട്ടില്ല. Y coordinate variable y എന്ന് കൊടുക്കാം. അപ്പോൾ x coordinate എന്ത് കൊടുക്കും? 0 x 0. അതാണ് അവിടെയുള്ള ഹിന്റ്. ദ സർക്കിൾ കട്ട്സ് ദ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയല്ലേ? നമ്മുടെ വൈ ആക്സിസിനെ സർക്കിൾ കട്ട് ചെയ്യുന്നു, ലൈക്ക് ദിസ്, സംതിങ് ലൈക്ക് ദിസ്. അപ്പൊ ഈ ഫിഗർ തന്നെ കാണുമ്പോൾ കോംപ്ലിക്കേഷൻ ആണ്. നമുക്ക് വേറെ ഫിഗറിലേക്ക് ഞാൻ കാണിക്കാം. സർക്കിൾ കട്ട്സ് ദ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളുടെ സർക്കിൾ ഉണ്ട്. ഈ സർക്കിള് വൈ ആക്സിസിനെ കട്ട് ചെയ്ത് പോവാ. അപ്പൊ അത് ഇങ്ങനെയാണ് ഈ പറഞ്ഞ സംഭവം. ഇങ്ങനെ എങ്ങനെയെങ്കിലും സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ തന്നെ ഫിഗർ വരുന്നില്ല, പക്ഷെ ആക്സിസിനെ കട്ട് ചെയ്യുന്നു. ഇത് കണ്ടോ, വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നു. വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിൽ നമുക്കറിയാം ഡെഫിനറ്റ്ലി എക്സ് വിൽ ബി 0 അല്ലേ? അതാണ് നമുക്ക് ഇവിടെയുള്ള ഹിന്റ്. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പോ ഇഫ് ദ സർക്കിൾ കട്ട് ദ വൈ ആക്സിസ് ആയതുകൊണ്ട് നമുക്ക് പറയാം then we have x is equal to 0. ആ x equal to 0 നമുക്ക് ഇപ്പൊ നിലവിലുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 സ്ക്വയർ എക്സിന് 0 കൊടുക്കാം പ്ലസ് y സ്ക്വയർ 2 into 0 minus 4y plus 3 equal to 0. അപ്പോൾ 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്, ബാക്കി y സ്ക്വയർ ഉണ്ട്. 2 into 0 0 ആണ്, ബാക്കി 4y ഉണ്ട്, പ്ലസ് 3 equal to 0. ഈ ഇക്വേഷനെ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. y സ്ക്വയർ മൈനസ് 4y പ്ലസ് 3 equal to 0. അപ്പൊ എടുത്ത് എഴുതണം കേട്ടോ. a ഈക്വൽ ടു എത്രയാന്ന് എഴുതണം, b ഈക്വൽ ടു എത്രയാണ്, c ഈക്വൽ ടു എത്രയാണ്, ക്വാഡ്രാറ്റിക് ഫോർമുല.
നമുക്കിവിടെ വേരിയബിൾ y ആയതുകൊണ്ടോ y ഈക്വൽ ടു എന്ന് എഴുതിയേ. എക്സ് ആണെങ്കിൽ നമ്മൾ x ഈക്വൽ ടു എന്ന് എഴുതിയേനെ. നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്യും. ഇടാവട്ടെ. ഒരു 2 മിനിറ്റ് മാക്സിമം കേട്ടോ. 2 മിനിറ്റ്. One more minute to complete that particular question. നെക്സ്റ്റ് വീക്കിൽ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയൊക്കെയുള്ള എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യോ? എവരി വൺ? എല്ലാ കയ്യും ഉണ്ട്. ഓക്കെ ഓക്കെ. റൈറ്റ്. എന്താ കിട്ടിയത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ? ഫൈനൽ കിട്ടിയിരുന്ന ഹാൻഡ് റൈസ് ചെയ്ത് ഫൈനൽ സിംപ്ലിഫൈ ചെയ്തപ്പോൾ? ആഹാ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. മൂസിന് എത്ര മോനെ വന്ന? y ഈക്വൽ ടു 1 or 3. 1 or 3. 1 minus 4 ആയിരിക്കാം. 1 or 3 ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ -4, സിയുടെ വാല്യൂ 3 ആണ്. മൈനസ് -4 എന്ന് വരും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ചെയ്യുമ്പോൾ -4 സ്ക്വയർ മൈനസ് 4 into 1 into 3 divided by 2 into 1. അപ്പോൾ 4 plus or minus root of 16 minus 12 by 2. 4 plus or minus root of 16 minus 12 എന്ന് പറഞ്ഞാൽ 4 ആണ്, by 2. 4 plus or minus 2 by 2. So ഒരു ഓപ്ഷൻ 4 plus 2 by 2, ഒരു ഓപ്ഷൻ 4 minus 2 by 2. അപ്പോൾ നമുക്ക് y equal to 6 by 2 or 2 by 2, 3 or 1 എന്ന്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ കോഓർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് ഓർ ദി സർക്കിൾ കട്ട് ദ y ആക്സിസ് എന്ന്. അപ്പോൾ നമ്മൾ എന്താ കൺക്ലൂഷൻ എഴുതാമെന്ന് പറഞ്ഞ ഹന ഫാത്തിമ? പോയിന്റ്സ് ആർ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. 0, 3 and 0, 1. കണ്ടോ? കാരണം എക്സ് 0 ആണ്. എഴുതുമ്പോൾ തിരിഞ്ഞു പോകരുത് കേട്ടോ. 0, 3 and 0, 1 എന്ന് നമുക്ക് ഫൈനൽ കിട്ടും. If completed, move to question number 9. വേഗം ഫിഗർ വരയ്ക്കണം നിർബന്ധമില്ല, വേണമെങ്കിൽ വരച്ചോ, നിങ്ങളുടെ ചോയ്സ്. എനിവേ എനിക്കൊരു 2 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻ്റെ ഐഡിയ കിട്ടും, എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. വരയ്ക്കുന്നതും വരയ്ക്കാത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടം.
അൽസാബത്ത് ചോദിച്ചോ. 02-ഉം 40-യും ഡയമീറ്റർ ആണ് പറഞ്ഞത്. ആണെന്ന് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല. വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഷോൺ ഹിയർ എന്ന് മാത്രമേ ക്വസ്റ്റ്യനിലുള്ളൂ. ഒരു മിനിറ്റ് അവിടെ കേട്ടോ. seconds. പ്രൊസീഡ് ചെയ്യാനുള്ള വഴി കിട്ടിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ചെയ്യാനുള്ള ഐഡിയ കിട്ടിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. വീഡിയോയിലല്ല, വീഡിയോയിൽ സ്ക്രീനിലല്ല, വീഡിയോയിൽ. 1 2 3 4 5 6 7. ഓഹോ ഫൈൻ. ദിവസം എങ്ങനെ ചെയ്യാൻ പറ്റുക? മിഡ് പോയിന്റ് ആദ്യം കണ്ടുപിടിച്ചിട്ട് പക്ഷെ മിഡ് പോയിന്റിലേക്കൊക്കെ പോകണമെങ്കിൽ ഡയമീറ്റർ ആവണ്ടടാ. ഡയമീറ്റർ നമുക്ക് തന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഹാഫ് എടുത്ത്. അല്ല, ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഡയമീറ്റർ ആണെങ്കിലല്ലേ ഡിസ്റ്റൻസ്, ഹാഫ്, റേഡിയസ്, മിഡ് പോയിന്റിനൊക്കെ ഓപ്ഷൻ ഉള്ളൂ. സെന്ററും റേഡിയസ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഡയമീറ്റർ ആണെങ്കിലല്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. തന്നിട്ടില്ലല്ലോ. അനശ്വര സാർ നമുക്കിതിൽ വരയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വരയ്ക്കാനൊക്കെ നമുക്ക് ചെയ്യാം, അതൊക്കെ നമ്മുടെ ചോയ്സാ. അപ്പൊ നമുക്ക് ആ പോയിന്റിൽ നിന്ന് മുകളിലത്തെ 02 എന്നുള്ളതിന് താഴത്തോട്ട് വരയ്ക്കുമ്പോ നമുക്ക് അപ്പൊ അങ്ങനെ നോക്കുമ്പോ അതിന്റെ ഹാഫ് അതൊരു ലൈൻ വരയ്ക്കുമ്പോ നമ്മൾ സർക്കിളിനെ കട്ട് ചെയ്യണായില്ലേ? ഞാൻ ചോദിച്ചത് ഈ വരയ്ക്കുന്ന ലൈൻ ഡയമീറ്റർ ആണെങ്കിലല്ലേ പിന്നെ നമുക്ക് ഫർദർ മിഡ് പോയിന്റ്, റേഡിയസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലൈൻ ഡയമീറ്റർ എന്നുള്ള ഹിന്റ് നമുക്ക് തന്നിട്ടില്ലല്ലോ. സോ വാട്ട് വി ഡു എന്നുള്ളതാണ് പ്രശ്നം. നിഷാന സിയാദ്. ഞാനും അങ്ങനെ 02-നും 40-യിലേക്ക് വരച്ചിട്ട് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ. 02 നമ്മൾ 40 വരച്ചു, അതിന്റെ മിഡ് പോയിന്റും കണ്ടുപിടിച്ചു. ഈ ലൈൻ ഡയമീറ്റർ ആണെങ്കിലാണല്ലോ മിഡ് പോയിന്റ് സെന്റർ ആവും, റേഡിയസ് കണ്ടുപിടിക്കാം, ഈ കളികളൊക്കെ നടക്കത്തുള്ളൂ. ഡയമീറ്റർ നമുക്ക് തന്നിട്ടില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ കുടുങ്ങുന്നത് അവിടെയാണ്. അമീൻ എം ജെ അത് തന്നെയാണോ? ശരി. ഇതല്ലാത്ത എന്തെങ്കിലും ഓപ്ഷൻ വരുന്ന ഹാൻഡ് റൈസ് ചെയ്ത്. ഇതല്ലാത്ത സ്റ്റിൽ ഓക്കെ. ഫാത്തിമ ഇസ്മായിൽ ഒന്ന് പറയും കേക്കട്ടെ. എന്തുകൊണ്ട്? തീർച്ചയായിട്ടും ഈ ലൈൻ ഡയമീറ്റർ, ഒരു സംശയം വേണ്ട. പക്ഷെ അതിന് നമുക്ക് റീസൺ വേണം. ദ റീസൺ ഈസ് ഹിയർ ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി. കണ്ടോ? സിൻസ് ആംഗിൾ ഓൺ ദ സർക്കിൾ ഈസ് 90 ഡിഗ്രി, ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി സെമി സർക്കിൾ. അല്ലേ? നമ്മൾ ഈ ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ സെമി സർക്കിൾ ആണ്. അപ്പോൾ എന്തായി? ഇപ്പൊ നമ്മളിതിന് എൻഡ് പോയിന്റ് എ ബി എന്നൊക്കെ കൊടുത്താൽ എ ബി ഇസ് എ ഡയമീറ്റർ നമുക്ക് പറയാം. ആ ഒരു ക്ലെയിം എഴുതിയിട്ട് വേണം ബാക്കി മിഡ് പോയിന്റ്, റേഡിയസ്, കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടോ. അതാണ് ഇതിനകത്ത് ആകെയുള്ള ഒരു പ്രത്യേകത. അപ്പൊ നമ്മളൊരു എയും ബിയും, ബി പോയിന്റ് ഓന്ന് ക്വസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഒറ്റ മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യണം. എ ഒ ബി ഈക്വൽ 90 ഡിഗ്രി. Therefore, AB is the diameter. ബാക്കി എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, കാരണം നമ്മൾ ഓൾറെഡി അത് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ് അല്ലേ. സെയിം സംഗതി റിപ്പീറ്റ് ചെയ്യാനുണ്ട്. മിഡ് പോയിന്റ് കണ്ടുപിടിക്കും, റേഡിയസ് കണ്ടുപിടിക്കും, സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. സോ ദർ വി കംപ്ലീറ്റ് ദ 9th chapter ഒഫീഷ്യലി. എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് ക്ലാസ് ഉണ്ടാവില്ല. അടുത്ത ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ഓഫീസിൽ ഇൻഫോം ചെയ്തു കേട്ടോ. എക്സാം അല്ലേ, ക്രിസ്മസ് എക്സാം ആയതുകൊണ്ട് മിക്കവാറും ക്ലാസ് ഉണ്ടാവില്ല. ഡീറ്റെയിൽസ് ഓഫീസിൽ ഇൻഫോം ചെയ്യും. ഓക്കെ, റൈറ്റ്. ഓക്കെ, താങ്ക് യു.